കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എത്തിയിരിക്കുന്നു. 1-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത് വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വളരെ അനുഗ്രഹീതമായൊരു വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. 1-ാം സങ്കീർത്തനം നമുക്ക് എവർക്കും പരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനം കൂടെയാണിത്. എന്നാൽ ഇന്ന് ഞാൻ പ്രഭാതത്തിൽ എൻ്റെ ചിന്തയിലേക്ക് വന്നൊരു കാര്യം, ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കണമേ, എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് മനുഷ്യരുടെ സന്തോഷം കണ്ടെത്തുന്ന പല മേഖലകളുണ്ട് അല്ലേ? മൊബൈൽ ഫോൺ, TV, അതുപോലെ മദ്യശാല, സിനിമാ തിയേറ്റർ, അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെ പലതരത്തിൽ ഇതിങ്ങനെ കിടക്കുക. എല്ലാ മേഖലകളിലും അതാത് ഇടങ്ങളിൽ അതാത് മേഖലകളിൽ ചെന്ന് സന്തോഷം കണ്ടെത്തുന്നവർ ഉണ്ട്. എന്നാൽ ഇതെല്ലാം നിത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നിത്യമാണോ ഈ സന്തോഷങ്ങൾ? സിനിമാ തിയേറ്ററിൽ പോയി കിട്ടുന്ന സന്തോഷം നിത്യമാണോ? മദ്യപാന്മാരായി ചെന്ന് മദ്യപിച്ച് മതോന്മത്തരായി നടക്കുന്നവർ, അത് നിത്യമാണോ ആ സന്തോഷം? അതുപോലെ മൊബൈൽ ഫോൺ കണ്ട് സമയം ചെലവഴിക്കുന്ന ആ സന്തോഷം നിത്യമാണോ? ഇതെല്ലാം ആ ടൈം, ആ പരിധിക്കപ്പുറത്തേക്ക് ഇത് പോകുമ്പോൾ ഇത് പലപ്പോഴും നമുക്ക് ദോഷത്തിന് കാരണമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു മനുഷ്യ ജീവിതത്തിൽ നിത്യമായി സന്തോഷം നൽകാൻ കഴിയുന്ന ഒന്ന് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഒരു സന്തോഷം ഒരിക്കലും ഒന്നിനും നമുക്ക് തരാൻ പറ്റത്തില്ല അല്ലേ? അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലുള്ളപ്പോൾ ഞങ്ങൾ ആരെ തേടി പോകും? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ തലമുറയോട് ഞാൻ പറയാം, തിരുവചനത്തിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷത്തെ കവിഞ്ഞ് വേറെ എന്ത് സന്തോഷം നീ തേടിപ്പോയാലും അത് നിന്നെ തകർക്കും. എന്നാൽ ഇത് നിന്നെ വളർത്തും, ഇത് നിന്നെ നിത്യതയിലേക്ക് നടത്തും, ഇത് നിന്നെ നിത്യമായ സന്തോഷത്തിന് അടിമയാക്കി ദൈവം മാറ്റും. ഒരു ക്ലേശങ്ങളും നിന്നെ തൊടുകയില്ല, ഒരു പ്രതിസന്ധികളും നിന്നെ തൊടുകയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നിതിൽ സന്തോഷിക്കണം, രണ്ടിതിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വലിയ വീടോ വലിയ കാറോ വലിയ സംവിധാനങ്ങളുള്ളവനല്ല ഭാഗ്യവാൻ. തിരുവചനത്തെ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. തിരുവചനത്തിൽ സന്തോഷിക്കുന്നവനാണ് ഭാഗ്യവാൻ. അതുകൊണ്ടാണ് ഇരമ്യാവ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറയുന്നു. ഇതിനകത്ത് അത്ഭുതമുണ്ട്, ഇതിനകത്ത് വിടുതലുണ്ട്, ഇതിനകത്ത് വാഗ്ദത്തമുണ്ട്, ഇതിനകത്ത് നിത്യതയുണ്ട്, ഇതിനകത്ത് ആനന്ദമുണ്ട്, ഇതിനകത്ത് പരമാനന്ദമുണ്ട്. സ്തോത്ര. ഇത് നൽകുന്നതിനേക്കാൾ കവിഞ്ഞുള്ള ഒരു സന്തോഷം ലോകത്തിൽ ഒന്നിനും നമുക്ക് നൽകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ സന്തോഷിക്കുക, ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക, ദൈവവചനം ധ്യാനിപ്പാനായി നമ്മൾ സമയം കണ്ടെത്തുക. നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറ്റുവാൻ ദൈവം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.